റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 27 നടക്കുന്ന സമരത്തിന് മുന്നോടിയായുള്ള പീരുമേട് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്നേ ദിവസം കടകളടച്ച് കുട്ടിക്കാനത്ത് വെച്ച് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമെന്ന് യോഗത്തിൽ തീരുമാനമായി. സാമൂഹിക സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ. ഇവരുടെ അടിസ്ഥാന സേവനം ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വേതനം പരമാവധി മാസം തോറും 5000 രൂപയാണ്. ഈ തുക ഇവരുടെ ജീവിതോപാധിക്ക് പര്യാപ്തമല്ല. ഇതുകൂടാതെ റേഷൻ വിതരണ രംഗത്തെ പല ആനുകൂല്യങ്ങളും ഇവർക്ക് നിക്ഷിപ്തമായ സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാര രംഗത്തെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത്. 5000 രൂപ തുച്ഛ ശമ്പളം വാങ്ങുന്ന തങ്ങൾക്ക് കെട്ടിട വാടക, കറണ്ട് ബില്ല്, തൊഴിലാളി ശമ്പളം എന്നിവയ്ക്ക് പുറമെ ഭാരിച്ച ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ശമ്പളമായി 30,000 രൂപ അനുവദിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് ജനുവരി 27 നടന്ന സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി പീരുമേട് താലൂക്കിലും നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് റേഷൻ വ്യാപാരി പീരുമേട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി സമരയോഗം വണ്ടിപ്പെരിയാറിൽ നടന്നത്. യോഗത്തിൽ AKRRDA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അഴകമ്പ്രയിൽ അധ്യക്ഷനായിരുന്നു. KSRRDA ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് സമര ആവശ്യങ്ങളുടെ വിശദീകരണം നടത്തി. ഉള്ളൊരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് 18,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് തിരുവോത്തമൻ സാറിന് നമുക്ക് നമ്മുടെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഒരു ചെറിയ മാറ്റം വരുത്തി അതിനകത്ത് കിൻഡലിന്റെ അവസ്ഥയിലേക്ക് എത്തി 45. KREO ജില്ലാ സെക്രട്ടറി മണി, ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ജനുവരി 27 നടക്കുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കുട്ടിക്കാനം സപ്ലൈ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പീരുമേട്.